ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുമോ ഇല്ലയോ, അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണമോ എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചോദ്യം ചോദിച്ചാണ് റീഡിങ് ചെയ്യുന്നത്. ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ചത്, നിങ്ങളിപ്പോൾ ആരുടെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഈ ഒരു റീഡിങ് കാണുന്നത്, ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത്. അവരും നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയാണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, സെപ്പറേഷനോ അല്ല എങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷനോ, ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, ഇവർ നിങ്ങളോട് സ്നേഹം കാണിക്കുകയല്ല ചെയ്യുന്നത്. ഇവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ട്, അല്ലാതെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി സ്നേഹിക്കുന്ന അങ്ങനൊരു സ്നേഹമല്ല ഇവർക്ക് നിങ്ങളോടുള്ളത്. ഇവർ നിങ്ങളെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാരേജ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. മനഃപൂർവ്വമായിട്ട് ഇവർ മാറി നിൽക്കുന്നതായിരിക്കാം. നിങ്ങൾ മാരേജിനെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് ഇവർ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അങ്ങനെയൊക്കെയാണ് എങ്കിൽ പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളെ മാരേജ് ചെയ്യണമെന്നാണ്. പക്ഷേ എന്ത് റീസൺ ഇവർ വച്ചായാലും ഇവർ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവരുടെ ജീവിത പങ്കാളിയായിട്ട്. ഇവിടെ ചുമ്മാതിരിക്കുന്നില്ല, ഇവർ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എന്തൊക്കെ മോശം സിറ്റുവേഷൻസ് ആണോ ഉള്ളത് അതെല്ലാം ബാലൻസിലാക്കണം. അതിനു വേണ്ടി ഏതറ്റം വരെ പോകാൻ ഇവർ തയ്യാറാണ്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തേർഡ് പാർട്ടി സമ്മതിക്കണമെന്നാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മാരേജിന്. അപ്പോൾ ഇവിടെ മാരേജിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങൾക്ക് വേണ്ടി സ്വതന്ത്രമായിട്ടൊരു ആക്ഷൻ എടുക്കുന്നതാണ്. അതിനു വേണ്ടി പൂർണ്ണമായിട്ടും മനസ്സോടെ ഇവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം വരുമ്പോൾ ഒരു പേടിയുമില്ലാതെ ഒരു ആക്ഷൻ എടുക്കും. അതായത് ആദ്യമൊക്കെ ഒന്ന് ക്ഷമിക്കും, തേർഡ് പാർട്ടി ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇനി ഒരു കാര്യവുമില്ല, തേർഡ് പാർട്ടി സമ്മതിക്കുന്നില്ല, ഇനി ഒരു വഴിയുമില്ല എന്ന അവസ്ഥ വരുമ്പോൾ പേടിയൊന്നും കൂടാതെ ആരെയും മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ മാരേജ് ചെയ്യാനുള്ള. അപ്പോൾ ഈ ഒരു ലാഗ് എന്ന് പറയുന്നത് ഒന്ന് തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സമ്മതം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലാഗിൽ പോകുന്നത് ഇവർ. പക്ഷേ തേർഡ് പാർട്ടി ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആരെയും പേടിക്കാതെ ആക്ഷൻ എടുക്കും. നിങ്ങൾക്കുള്ളിൽ ഇവർ ഒരു നല്ല ഒരു ഹൃദയം കാണുന്നുണ്ട്. അതായത് സ്നേഹിക്കുന്ന ഒരു ലവറായിട്ടും നല്ല ഒരു മിത്രമായിട്ടും ഇവരെ കെയർ ചെയ്യുന്ന ഒരു അമ്മയുടെ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ കെയർ എല്ലാം നിങ്ങളിൽ ഇവർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ ഇവർക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇവരുടെ ജീവിതം അങ്ങനെയാണെങ്കിൽ ടോക്സിക്കായി മാറും, നരകതുല്യമായി മാറും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് സോൾ ഇല്ലാത്ത ഒരു ശരീരം, അതായത് ആത്മാവില്ലാത്ത ഒരു ശരീരം, ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. ആത്മാവ് നിങ്ങളുടെ അടുത്താണ് ഉള്ളത്. അപ്പോൾ നിങ്ങളും ഇവരും ഒന്നായാൽ മാത്രമേ ഇവർക്കൊരു സന്തോഷമുള്ളൂ. ഇപ്പോൾ വെറും ഒരു ശരീരം മാത്രമായിട്ടാണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ഉദാസമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പിന്നെ സെക്കൻഡ് ചോദിച്ചത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമോ എന്നാണ്. അപ്പോൾ സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സണ്ണെന്ന് പറയുന്നത് ആക്ഷൻ എടുക്കുന്നതിൻ്റെ ആ ഒരു സൂചനയായിട്ടുള്ളതാണ്. അതോറിറ്റിക്ക് ആക്ഷൻ, അതായത് ആരെയും പേടിക്കാതെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രമാത്രം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഇവർക്ക് ഒരു മടിയുമില്ല. അപ്പോൾ രാഹു കേതുവിൻ്റെ ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതായത് എൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ സൺ റിപ്രസെൻ്റ് ചെയ്യുന്നത് സൊസൈറ്റി, കാസ്റ്റ്, കൾച്ചർ, ആൾക്കാരെന്ത് വിചാരിക്കും, അവരുടെ ഈഗോയ്ക്ക് ഞാൻ കാരണം ഭയങ്കര ഇതാവത്തില്ലേ, അഭിമാനത്തിന് കോട്ടം വരത്തില്ലേ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ള ആ ഒരു സൊസൈറ്റിയിലുള്ള ആ ഒരു വില, റെസ്പെക്റ്റ്, അതൊക്കെ ആലോചിച്ച് ചില ആൾക്കാർ ആക്ഷൻ എടുക്കാതെ മടിച്ച് മാറി നിൽക്കും. അതെല്ലാം സണ്ണിൻ്റെ ആ ഒരു ഇതിൽ എനർജിയിൽ വരുമ്പോൾ അതെല്ലാം മാറി ചിന്തിക്കും. എനിക്ക് എൻ്റെ ജീവിതമാണ് വലുത്, ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കും.
എന്നുള്ള ആ ഒരു ഇതിൽ വരും. അതായത് എല്ലാ നൂലാമാലകളെയും വിച്ഛേദിച്ച് എനിക്ക് വേണ്ടി ഞാൻ ആക്ഷൻ എടുക്കും എന്നുള്ള ആ ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ വരും. അതാണ് സണ്ണിൻ്റെ ആ ഒരു എനർജി. ഇവിടെ ആരൊക്കെയാണോ നോക്കേണ്ട സിറ്റുവേഷനുള്ളത് അവരുടെയൊക്കെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു തോട്ട്സ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും. ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് നിങ്ങൾ തമ്മിൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇവിടെ നിങ്ങൾ ദുഃഖത്തിലാണ് എങ്കിൽ അവരും ദുഃഖത്തിലാണ്, അല്ലാതെ അവർ സന്തോഷമായിട്ടല്ല ഉള്ളത്. ഇവിടെ വെയിറ്റ് ഓർ മൂവ് ഓണിൻ്റെ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ്. നിങ്ങളില്ലാതെ അവർ വളരെയധികം ദുഃഖത്തിലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു നിർണായകമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി. ഇവിടെ മദർ യൂണിവേഴ്സ്, ഈ ഒരു പ്രകൃതി തന്നെ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് യൂണിയൻ ഉണ്ട് എങ്കിൽ ആർക്കും തടുക്കാൻ സാധിക്കത്തില്ല അവരെയും നിങ്ങളെയും തമ്മിൽ ഒന്നാവുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരവും ഉണ്ടാകും, മൂവ്മെൻറ്റും ഉണ്ടാകും. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.